എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ ആയുസ്സിനെക്കുറിച്ചും നമ്മുടെ ഡെയിലിയുള്ള ജീവിതശൈലികളെക്കുറിച്ചുമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് 60% പരം ആൾക്കാരും ശരിയായ രീതിയിൽ അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവരാണ്. കാരണം പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും എത്തുന്നത് വളരെ വൈകിയായി. ഇതുമൂലം കുറച്ചധികം സമയം അവരുടെ യാത്രയിൽ പോകുന്നു. ജോലി സമയത്തിന് ടോട്ടൽ ശ്രദ്ധിക്കുന്നതിൻ്റെ കാരണം അവർക്ക് മറ്റ് യാതൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏറ്റവും പ്രധാനം ഈവൻ അവരുടെ കൃത്യസമയത്ത് അവർക്ക് ആഹാരം കഴിക്കാനും പറ്റാത്ത അവസ്ഥയുണ്ടാകും. ഒരു ചിലർ ഫുഡ് കൊണ്ടുപോകണമെങ്കിൽ തന്നെയും അത് കുറച്ച് തണുത്തിരിക്കും, ചൂടാഹാരം കിട്ടില്ല, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാകും. വൈകി ഒരുപക്ഷെ പണി കഴിഞ്ഞ് എത്തുന്ന വളരെ വൈകിയായിരിക്കും, ക്ഷീണിച്ചായിരിക്കും, ആഹാരം കഴിക്കുന്നു, അവർ റെസ്റ്റ് എടുക്കുന്നു, രാവിലെ വീണ്ടും യാത്രയാകുന്നു. അത് ഒരു ടൈപ്പ് മെക്കാനിക്കൽ ലൈഫാണ്. ഈ ഓഫീസിൽ നിന്ന് പണി ചെയ്യുന്നവർ അവർ ആ ചെയറിലിരുന്ന് ഒരു റെഗുലറായിട്ട് വർഷങ്ങളായിട്ടിരിക്കുമ്പോൾ അവർക്ക് പല അസ്വസ്ഥതയും അവർക്ക് ശരീരത്തിലുണ്ടാവും. ഒരു പെടലി വേദന വരും, മുട്ടുവേദന വരും, കാലും, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ പുറം രാജ്യങ്ങളിൽ എവരി 2 hours ഇവർ ഒന്ന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ചെറിയ ഇതിലൊക്കെ വ്യായാമങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കൈക്കും കാലിനും ഇതിനൊക്കെ ഒന്ന് മൂവ്മെൻറ്റ്സൊക്കെ ചെയ്ത് നമ്മളതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുന്ന എക്സസൈസ് പോലെ ചെയ്യും. അത് ബട്ട് എല്ലായ്പ്പോഴും അത് പ്രാക്ടിക്കലായിരിക്കില്ല. എന്നാൽ നമുക്കാകെ കിട്ടുന്ന ഏറ്റവും ഒരു സമയം എന്ന് പറയുന്നത് ആഫ്റ്റർ 60, നമ്മുടെ 60 വയസ്സിന് ശേഷം. കാരണം 60 വയസ്സാകുമ്പോഴത്തേക്കും ആൾമോസ്റ്റ് എല്ലാവരും കുറച്ച് പെൻഷനാകും, വീട്ടിലായിരിക്കും, നമുക്ക് കുറച്ച് ഫ്രീ ടൈമും കിട്ടുന്നു. അപ്പോൾ മാത്രമായിരിക്കും നമ്മുടെ ജീവിത ശൈലിക്ക് നല്ല രീതിയിൽ ഒരു തുടക്കം കുറിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സഫിഷ്യൻറ്റ് ടൈമും കിട്ടുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇതിൽ പറയുന്നത്. അതിനായി നാം കഴിയുന്നതും രാവിലെ ഉണരുമ്പോൾ ഈ ആൾക്കാർ സാധാരണ ഒരു സിഗരറ്റ്, ബീഡി അല്ലെങ്കിൽ ടീ, കോഫി ഇതൊക്കെ ഉപയോഗിക്കാറുള്ളൊരു പതിവാണ്. ബട്ട് അത് അത്ര നല്ലതല്ല, അത് ഹാനികരമാണ്. മറിച്ച് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതായത് ഒരു ദിവസം നിങ്ങൾ കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും ഇടവിട്ട് കുടിക്കണം. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതികൾ ഒരു ചിലർക്ക് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ രോഗികളെല്ലായിരിക്കും. പക്ഷേ എങ്കിലും നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ ഡോക്ടറിൻ്റെ ഒരു ഒപ്പീനിയൻ കൂടെ നിങ്ങൾ എടുക്കേണ്ടതാണ്. രാവിലെ നിങ്ങളൊരു കൃത്യസമയം വെച്ചത് ഉണരുക, പ്രഭാതകർമ്മങ്ങൾ നടത്തുക, ഒരു കുറച്ച് സമയം ഒരു മെഡിറ്റേഷൻ എന്തെങ്കിലും മാറ്റിവയ്ക്കുക. മസ്റ്റായിട്ട് ഒരു 1/2 hour ചെറിയ എക്സസൈസ് ചെയ്യണം. നോട്ട് ഹാർഡ് എക്സസൈസ്. ആദ്യം തുടങ്ങുന്ന കുറച്ച് ബുദ്ധിമുട്ടും പെയിനും കാണും, നടുവേദനം, അതൊക്കെ ഒന്ന് സാരമില്ല. അത് കുറച്ച് കഴിഞ്ഞ് ഗ്രാജുവലി അത് ക്ലിയറാകും. പിന്നെ നിങ്ങൾക്കത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ടെൻഡൻസി നിങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെറിയൊരു പണിയുള്ള സമയം കിട്ടും. എന്തെങ്കിലും നിങ്ങളുടെ പറമ്പിൽ പോയി കുറച്ച് ഗാർഡൻ വർക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ 8:30-8 മണിക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നത് ഒരു ബിറ്റ്വീൻ 1-1:30 ഇടയ്ക്ക് നിങ്ങളുടെ ലഞ്ചും കഴിക്കാം. ഈ ലഞ്ച് കഴിച്ചാൽ കുറച്ച് റെസ്റ്റ് എടുക്കാം. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ജസ്റ്റ് ഒന്ന് സ്ലൈറ്റായിട്ട് റെസ്റ്റ് എടുക്കുക. എഗെയിൻ
നിങ്ങളൊരു 3-3:30 മണിക്കാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൈറ്റായിട്ട് സ്നാക്സ്, ഒരു ടീ, കോഫി നിങ്ങൾക്ക് കഴിക്കാം. എന്നാൽ ഇതിന് ശേഷം നിങ്ങൾ ഡിന്നർ കഴിക്കണം, അത്താഴം കഴിക്കുക. ഏത് രീതിയിലും ഒരു 6 മണിക്ക് മുമ്പേ കഴിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരിക്കണം. അങ്ങനെ ആകാവൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പോയിട്ടാണെങ്കിൽ എനിക്കിപ്പോൾ പ്രായം 82 വയസ്സാണ്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ ലഞ്ച് കഴിച്ചാൽ പിന്നെ ഞാനൊന്നും കഴിക്കില്ല. ബൈ ചാൻസ് ഒരു ടീ, കോഫി വല്ലേ കുടിക്കുക, അല്ലാതെ ദർ ഇസ് നത്തിങ്, നോ ഡിന്നർ, സ്നാക്സ് ഒന്നും കഴിക്കില്ല. എൻ്റെ ഫുഡ് കഴിക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് ഇൻ ടോട്ടൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തേക്ക് ലഞ്ച്, അങ്ങനെ ഉള്ളി 2 ടൈംസാണ് എൻ്റെ ഫുഡ്. എനിക്ക് യാതൊരു കുഴപ്പമില്ല, യാതൊരു അസുഖമില്ല, നോ ഷുഗർ, നോ ഹാർട്ട് അറ്റാക്ക്, നത്തിങ്, ഒരു പ്രോബ്ലവും ഇല്ല. ഇനി പറയാം, ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് അതിശയിക്കായിരിക്കും, നല്ല മധുരം കഴിക്കും ഞാൻ, ഒരു കുഴപ്പമില്ല. ചായ ആക്കണം, നല്ല സ്വീറ്റ് കഴിക്കും, അത് പഞ്ചസാര വേണ്ടെന്നൊന്നും പറയില്ല. എന്നാൽ അത് കൂടുതൽ ടീ അങ്ങനെയൊന്നും കഴിക്കാറുമില്ല. ഇതിലെല്ലാം ഉപരി ഈ ഒരു ശൈലി നിങ്ങൾ ആവർത്തിച്ച് വീണ്ടും നമ്മൾ മെൻ്റലി നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും നാം മറ്റുള്ളവരെക്കുറിച്ച് മോശമുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. നമ്മുടെ നാട്ടുകാർ, ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഈവൻ ശത്രുക്കൾ, അവർ നല്ല രീതിയിൽ നല്ലതായിരിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കാവൂ. അവർ ഡെവലപ്പായിരിക്കണമെന്ന് അതിൽ കണ്ട് നമ്മൾ സന്തോഷിക്കണം. ഒരിക്കലും അസൂയപ്പെടരുത്. അത് വലിയൊരു നല്ല ഹാബിറ്റ്സാണ്. ഇതിൽ മൂലം നമുക്ക് ഒരുപാട് ഒരു എന്താ പറയുക, ഉണ്ടാകും. അത് കഴിഞ്ഞാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും കാണും. നമ്മുടെ ബുദ്ധിമുട്ടുകൾ എല്ലാവരോടും പങ്കുവയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ ആൾറെഡി ഡെയിലി നമ്മുടെ ഓരോന്നിനും എൻഗേജ് ആയിരിക്കുമ്പോൾ രാവിലെ ഉണരുന്നു, കുറച്ച് എക്സസൈസ് ചെയ്യുന്നു, കുറച്ച് പ്രയർ ചെയ്യുന്നു, പറമ്പിലേക്ക് കുറച്ച് നേരം പോകണം, ഒരു 1 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 2 മണിയാകുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ ലഞ്ച് കഴിക്കുന്നു, കുറച്ച് റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും നമ്മൾ ഒരു ടീയോ എന്തെങ്കിലും സംതിങ് കഴിച്ചിട്ട് പറമ്പിലേക്ക് അങ്ങനെ പോവും. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടിയാണ് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളൊന്ന് വിളിക്കുക. ഇങ്ങനെ നമ്മൾ എൻഗേജ് ആകുകയാണ്. ഒപ്പം വീട്ടിൽ കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ വന്നാൽ വളരെ 100% നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മുടെ ആരോഗ്യത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമുക്ക് മുട്ടുവേദന, കാലുവേദന ഒന്നും ഉണ്ടാവില്ല. അതിനുള്ള എക്സസൈസൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ. അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സസൈസിൻ്റെ ഇതെല്ലാം പറയാം. നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ചെയ്യാം. കൂടുതൽ ഹാർഡ്നെസ് ചെയ്യണ്ട. നിങ്ങളൊരു 30 മിനിറ്റ്സ് എന്നുള്ള തുടങ്ങാൻ ഒരു 10 മിനിറ്റ് തുടങ്ങുക, ദെൻ 15 ആക്കുക, 20 ആക്കുക, 25 ആക്കുക. നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് മോർണിംഗ് ഒരു എക്സസൈസ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ സൂപ്പർ. ഇതിൽ കൂടെ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലുപരി നിങ്ങളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യവും കൂടും, യാതൊരു ഡൗട്ടുമില്ല. ഈ ആയുസ് നീട്ടിയെടുക്കുന്നത് നമ്മൾ തന്നെയാണ്, ഈശ്വരനല്ല. നിങ്ങളിനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നിങ്ങൾ ഈശ്വരൻ്റെ അവിടെ അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ എത്ര കിടന്ന് ഈശ്വരനോടും ദൈവത്തിനോടും അള്ളയോടൊക്കെ പ്രാർത്ഥിച്ചാലും ഒരു ഫലം പോലും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഫലം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായിരിക്കും. നിങ്ങൾ ഏത് വേദഗ്രന്ഥങ്ങൾ നോക്കിയാലും ഒരു ശക്തി പോലും നിങ്ങൾക്ക് ഒരു സഹായവും ചെയ്യില്ല. ആ സഹായം ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം 100% നിങ്ങൾക്ക് കിട്ടും. യാതൊരിതുമില്ല. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ ആൾക്കാർ നമ്മൾ പലരും വിഡ്ഢികളായി പോവുകയാണ്. ചുമ്മാ നിങ്ങൾ കാശി യാത്രയ്ക്കും റോം യാത്രയ്ക്കും ഇതൊന്നും പോകേണ്ട കാര്യമില്ല. അവിടെ ഇപ്പോൾ ഒന്നും സായുധം അടയാനൊന്നുമില്ല. നിങ്ങൾ അതിന് പകരം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രയർ ചെയ്യുക, നിങ്ങളെ സ്പെൻഡ് ചെയ്യുന്ന ക്യാഷ് മറ്റുള്ളവർക്ക് സഹായിക്കുക. ഇതൊക്കെയാണ് ഈശ്വരൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അല്ലാതെ കയ്യിൽ കുറച്ച് ചുവന്ന തുണിയും കെട്ടി കുറച്ച് ചരടും കെട്ടി ജയ് ശ്രീരാം വിളിക്കുക, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഹല്ലേലൂയ എന്ന് വിളിക്കുക, അല്ല മറ്റൊരു സ്ഥലത്ത് അള്ളാഹു അക്ബർ, ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇറ്റ്സ് ഓൾ ബോഗസ്. ഞാൻ വിമർശിക്കുകയല്ല, ഇത് നാമായിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ കോലാഹലങ്ങളാണ്. നാം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിനെ ആരും ശ്രദ്ധിക്കാറില്ല. നാം മറ്റുള്ളവൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കും, മറ്റവൻ്റെ അസുഖത്തെ പറയും, ഇതൊക്കെ പറയും. ഇനി ക്യാൻസർ എന്നുള്ളത് ഈ ലോകത്ത് എല്ലാവർക്കും ഉണ്ട്. ക്യാൻസർ, യെസ്, നമ്മുടെ ഡേ ടു ഡേ
ബോഡികൾ നമ്മുടെ ജീവിതശൈലികൾ പ്രോപ്പറാണെങ്കിൽ ഈ ക്യാൻസർ ബോഡികൾ സെല്ലൊന്നും നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. നമുക്ക് അങ്ങനെ ഒരു തോന്നലും ഉണ്ടാവില്ല, നമുക്ക് ഡോക്ടറിന് പോകണമെന്നൊരു തോന്നലും വരില്ല. സോ എല്ലാ സുഹൃത്തുക്കളോടും ഞാനൊന്ന് പറയാനുള്ളത്, നമ്മുടെ ജീവിതശൈലി ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. സാധിക്കുകയാണെങ്കിൽ ഈ പക്ഷികളെയും മൃഗങ്ങളെയും തിന്നുന്നത് ഒഴിവാക്കുക, അത് ഭക്ഷിക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ പച്ചക്കറികളും മത്സ്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതായിരിക്കും. ഇങ്ങനെയുള്ളൊരു ജീവിതശൈലി ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല, നിങ്ങൾ വളരെ തൃപ്തരായിരിക്കും, വളരെ സന്തോഷവരായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കുക. കാണാം വീണ്ടും മറ്റൊരു സബ്ജക്റ്റ്, മറ്റൊരു വീഡിയോയുമായി. താങ്ക് യു.